ജീവന്മുക്തത്വമേവം വിധമിതി വചസാ കിം ഫലം ദൂരെ ദൂരെ തന്നാമാശുദ്ധബുദ്ധേർന ച ലഘുമനസാ ശോധനം ഭക്തിതോന്യത് തന്മേ വിഷ്ണു കൃഷിഷ്ടാസ്ത്വയി കൃതസകല പ്രാർപ്പണം ഭക്തിഭാരം യേന സ്യാമംഷു കിഞ്ചിത് ഗുരുവചനമിളത്വത്പ്രബോധസ്ത്വദാത്മാ ജീവന്മുക്തത്വം ഏവം വിധം ഇതി വചസാ കിം ഫലം ദൂരെ ദൂരെ തത് നാമ അശുദ്ധബുദ്ധേഃ ന ച ലഘുമനസഃ ശോധനം ഭക്തിദഃ അന്യത് തന്മേ വിഷ്ണു കൃഷിഷ്ടാഃ ത്വയി കൃതസകല പ്രാർപ്പണം ഭക്തിഭാരം യേന സ്യാം മംഷു കിഞ്ചിത് ഗുരുവചനമിള ത്വത്പ്രബോധഃ ത്വദാത്മാ ജീവന്മുക്തത്വം ഏവം വിധം ഇതി വചസാ കിം ഫലം. ഈ ജീവൻ മുക്താവസ്ഥ എന്ന് പറയുന്നത് ദാ ഇതുപോലെയാണ് എന്ന് പറയുന്നത് കൊണ്ട് മാത്രം എന്താ പ്രയോജനം? തത് നാമ അശുദ്ധബുദ്ധേഃ ന ച ലഘുമനസഃ ശോധനം ഭക്തിദഃ അന്യത്. അത് അശുദ്ധബുദ്ധേഃ ബുദ്ധി അല്ലെങ്കിൽ അന്ധകരണം ശുദ്ധമാകാത്ത ഒരാൾക്ക് അത് ദൂരെ ദൂരെ ആ മുക്താവസ്ഥ എന്ന് പറയുന്നത് വളരെ ദൂരത്തിൽ തന്നെയാണ്. ഭക്തിദഃ അന്യത്, ആ ഭക്തിയെ കൂടാതെ ലഘുശോധനം നജ, എളുപ്പമായിട്ട് മനസ്സിനെ ശുദ്ധീകരിക്കാൻ മറ്റൊരു മാർഗമില്ല തന്നെ. മനസ്സിനെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായ മാർഗമാണ് ഭക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്മേ വിഷ്ണു കൃഷിഷ്ടാഃ ത്വയി കൃതസകല, എന്നിൽ ഉണ്ടാക്കിത്തരണേ. എന്താ ഉണ്ടാക്കിത്തരേണ്ടത്? കൃതസകല പ്രാർപ്പണം ഭക്തിഭാരം, എനിക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഞാൻ അങ്ങയുടെ പാദാരവിന്ദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ദൃഢമായ ഭക്തി എനിക്ക് ഉണ്ടാക്കിത്തരണേ. ഏനസ്യാം മംഷു കിഞ്ചിത് ഗുരുവചനമിളഃ ത്വത്പ്രബോധഃ ത്വദാത്മാ. അങ്ങനെ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കുറച്ച് ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ, ആ എല്ലാം സമർപ്പിക്കുന്നതായ രീതിയിലുള്ള ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ, ചുരുങ്ങിയ ഗുരുവചനമിള ഗുരുപദേശത്തിനാൽ എനിക്ക് ത്വത്പ്രബോധഃ ത്വദാത്മാ, അങ്ങയുടെ തത്വത്തെക്കുറിച്ച് അറിയുവാനുള്ള യോഗ്യത കൈവരും. അങ്ങനെ ഞാൻ ത്വദാത്മാ, അങ്ങയിൽ ലയിച്ചവനായി അല്ലെങ്കിൽ അങ്ങയുടെ താതാത്മ്യം പ്രാപിച്ചവനായി അല്ലെങ്കിൽ മുക്തനായിട്ട് ഞാൻ ജീവിച്ചു കൊള്ളാം, അല്ലെങ്കിൽ മുക്തിയെ പ്രാപിച്ചു കൊള്ളാം. നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ ജീവൻ മുക്താവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എന്നെല്ലാം പല രീതിയിൽ പറഞ്ഞതുകൊണ്ടും യാതൊരു പ്രയോജനവുമില്ല. ഏതൊരാൾക്കാണോ തൻ്റെ അന്ധകരണത്തെ ശുദ്ധമാക്കിക്കൊണ്ട് തനിക്ക് എന്തെല്ലാമുണ്ടോ അതെല്ലാം ഭഗവത് അർപ്പണമായി സർവവും സമർപ്പിച്ചുകൊണ്ട്, അതിൽ ഞാനെന്നും എൻ്റെ എന്നുള്ള ആ ഭാവം എല്ലാം ഉപേക്ഷിക്കുവാൻ സാധിച്ചുകൊണ്ട് അങ്ങയോട് ഭക്തിയോടെ ജീവിക്കാൻ കഴിയുന്നു എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മനഃശുദ്ധിയും ഉണ്ടാകും. ആ ഒരവസ്ഥയിൽ വച്ചിട്ട് ശ്രേഷ്ഠനായ ഒരു ഗുരുവിൻ്റെ ചുരുങ്ങിയ ഉപദേശങ്ങളെ കൊണ്ട് അങ്ങയുടെ തത്വജ്ഞാനം ലഭിച്ച് ഞാൻ അങ്ങയോട് താതാത്മ്യം പ്രാപിച്ചവനായിട്ട് ജീവൻ മുക്താവസ്ഥയെ പ്രാപിച്ചു കൊള്ളാം എന്നാണ് പറയുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയം നമ്മുടെ അന്ധകരണ ശുദ്ധിയാണ്. എന്തെല്ലാം കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും അതെല്ലാം നമ്മളുടെ അന്ധകരണത്തെ ശുദ്ധീകരിക്കാൻ പ്രാപ്തമാകുന്നില്ല എങ്കിൽ അതെല്ലാം വ്യർത്ഥങ്ങളാണ്. അനേകം കർമ്മങ്ങൾ എല്ലാം അനുഷ്ഠിച്ച ഒരാൾ
അന്ധകരണ ശുദ്ധിക്ക് യോഗ്യനായി ഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ ഉള്ളിലുള്ള മതമാത്സര്യങ്ങൾ, കാമക്രോധ ലോഭമോഹമത മാത്സര്യങ്ങളാകുന്ന ഷഡ്വൈരികൾ പുറന്തള്ളപ്പെട്ട് കഴിയുമ്പോഴാണ് അയാളിൽ ഭക്തിക്കുള്ള യോഗ്യത ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ഒരാളിൽ ഭക്തി ഉണ്ടായാൽ വളരെ പെട്ടെന്ന് തന്നെ ചുരുങ്ങിയ ഗുരുപദേശം കൊണ്ട് അയാൾക്ക് ഭഗവത് തത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ആ ഭഗവന്മയമായി തീരുവാനും ഒക്കെ സാധിക്കും എന്നാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ ഭക്തിയുടെ ശ്രേഷ്ഠതയെക്കുറിച്ചും അന്ധകരണത്തിൻ്റെ ശുദ്ധാവസ്ഥയെക്കുറിച്ചും ഒക്കെയാണ് ഏറ്റവും പ്രകടമായി നമ്മൾ മനസ്സിലാക്കേണ്ട തത്വം. അത് കഴിഞ്ഞാൽ ഉത്തമനായ ഒരു ഗുരുവിൻ്റെ സാമീപ്യം കൂടി ലഭിച്ചെങ്കിലേ ആ യോഗ്യതയുള്ള ഒരാൾക്ക് തൻ്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ പറ്റും. ഈ നാരായണീയമെല്ലാം പഠിച്ച് പല വേദികളിലുമൊക്കെ പാരായണം ചെയ്യുമ്പോൾ അവിടെ ചിലരുമായിട്ടൊക്കെ പരിചയപ്പെടുമ്പോൾ അവർ പറയാറുണ്ട്, എനിക്ക് ഗുരുവില്ല, ഞാൻ തനിയെ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ആ ഒരു ഗുരു ഉണ്ടാകണം എന്നുള്ള സങ്കല്പവും കൂടി നമുക്ക് മേൽപ്പത്തൂർ പറഞ്ഞു തരികയാണ്. എന്തുകൊണ്ടെന്നാൽ ആ ഗുരുവിൻ്റെ പാതാരബിന്ദങ്ങളിലാണ് നമ്മളുടെ അഹം മമ എന്നുള്ള ചിന്തയെ, അഹങ്കാരത്തെ സമർപ്പിക്കപ്പെടേണ്ടത്. അത് രണ്ടും മനസ്സിൽ നിന്ന് മാറിയെങ്കിലേ നമ്മൾ ഭക്തിയുടെ മാർഗത്തിലേക്ക് ഉയരാനായിട്ട് യോഗ്യരാകുന്നുള്ളൂ. അതുകൊണ്ട് ആരും ഗമയിൽ എനിക്ക് ഗുരുവൊന്നുമില്ല, ഞാൻ തനിയെ പഠിച്ചതാണ് എന്ന് പറയുന്നത് അത്ര യോഗ്യതയായിട്ടൊന്നും കണക്കാക്കേണ്ടതല്ല. അത് തീർച്ചയായും ഒരാവശ്യം തന്നെയാണ്. അതും കൂടി മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിൽ നമുക്ക് വ്യക്തമാക്കി തരുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ജീവൻ മുക്തത്വമേവം വിധമിതി വചസാ കിം ഫലം ദൂരദൂരേ തന്നാമാ ശുദ്ധബുദ്ധേർന ച ലഘുമനസശോധനം ഭക്തിതോന്യൻ തന്മേ വിഷ്ണോ കൃഷിഷ്ടാസ്ത്വയി കൃതസകല പ്രാർപ്പണം ഭക്തിഭാരം യേനസ്യാമംഷു കിഞ്ചിത് ഗുരുവചനമിളസ്ത്വത്പ്രബോധസ്ത്വദാത്മാ ശബ്ദബ്രഹ്മണ്യബീഹ പ്രയതിതമനസസ്ത്വം ന ജാനന്തി കേചിത് കഷ്ടം വന്ദ്യശ്രമാസ്തേ ചിരതരമിഹ ഗാം ബിഭ്രതേ നിഷ്പ്രസൂതിം യസ്യാം വിശ്വാഭിരാമാ സകലമലഹരാ ദിവ്യലീലാവതാരാ സച്ചിത് സാന്ദ്രം ച രൂപം തവന നിഗദിതം താം നവാജം പ്രിയാസം ശബ്ദബ്രഹ്മണി അപി ഇഹ പ്രയതിതമനസഃ ത്വാം ന ജാനന്തി കേചിത് കഷ്ടം വന്ദ്യശ്രമാഃ തേ ചിരതരം ഇഹ ഗാം ബിഭ്രതേ നിഷ്പ്രസൂതിം യസ്യാം വിശ്വാഭിരാമാ സകലമലഹരാ ദിവ്യലീലാവതാരാः സച്ചിത് സാന്ദ്രം ച രൂപം തവന നിഗദിതം താം ന വാചം ബ്രിയാസം ശബ്ദബ്രഹ്മണി അബിഹ പ്രയതിതമനസഃ ത്വാം ന ജാനന്തി കേചിത് ചിലർ ശബ്ദബ്രഹ്മണി അപി ഇഹ ശബ്ദബ്രഹ്മമാകുന്ന വേദങ്ങൾ, അതിൻ്റെ ആ ഉച്ചാരണത്തിൻ്റെ രീതികളിലൊക്കെ വളരെ ശ്രദ്ധ പുലർത്തുന്ന വേദ പണ്ഡിതന്മാർ, അവരെല്ലാം പ്രയതിത മനസഹ അതിൻ്റെ ഉച്ചാരണത്തിലൊക്കെ വളരെ ശ്രദ്ധ വയ്ക്കുന്നവരായിട്ട്, മനസ്സ് വയ്ക്കുന്നവരായിട്ട് ഉണ്ട്. പക്ഷേ അവരാരും ത്വാം ന ജാനന്തി, അവരാരും ഭഗവാനെ അങ്ങയെക്കുറിച്ച് അറിയുന്നില്ല. വേദത്തിൽ നിഷ്ണാതന്മാരായിരിക്കുന്ന ആളുകളുടെ വിചാരം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭഗവാൻ എന്ന് പറയുന്ന കരതലാമലകം പോലെ, കയ്യിലിരിക്കുന്ന നെല്ലിക്ക പോലെയാണ് എന്നാണ് അവരുടെ എല്ലാം ചിന്ത. പക്ഷേ മേൽപ്പത്തൂരുടെ പറയുന്നു ത്വാം ന ജാനന്തി, അവർ അങ്ങേ അറിയുന്നില്ല ഭഗവാനെ. കഷ്ടം വന്ദ്യശ്രമാഹ തേ, അവർ വൃഥാവിലാണ് ജോലി ചെയ്യുന്നത്. ഇതെല്ലാം വേദങ്ങളെല്ലാം സാങ്കോപാംഗങ്ങൾ
പഠിച്ചെടുക്കുവാനായിട്ട് ധാരാളം കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ വൃഥാവിലാണ് അവർ ആ ജോലി ചെയ്യുന്നത്. ഏതുപോലെ ചിരതരമിഹഗാം ബിഭ്രതേ നിഷ്പ്രസൂതിം, എങ്ങനെയാണോ ഒരു പ്രസവിക്കാൻ സാധിക്കാത്ത പശുവിനെ അവർ കെട്ടിവലിച്ച് നടക്കുന്നതിന് തുല്യമാണ് ഈ വേദപാരഗതന്മാരുടെ ശ്രമം. യസ്യാം വിശ്വാഭിരാമാഹ സകലമലഹരാഹ ദിവ്യലീലാവതാരാഹ സച്ചിത് സാന്ദ്രം ച രൂപം തവ ന നിഗദിതം. ഏതൊരു കഥകളിലാണോ വിശ്വാഭിരാമാഹ, വിശ്വത്തെ മുഴുവൻ അഭിരമിപ്പിക്കുന്നതും, സകലമലഹര, എല്ലാ മാലിന്യങ്ങളെയും ഹരിക്കുന്നതും, ദിവ്യലീല അവതാരാഹ, ദിവ്യങ്ങളായ ലീലകളെക്കുറിച്ചും അവതാരങ്ങളെക്കുറിച്ചും ഒക്കെ പ്രതിപാദിച്ചിരിക്കുന്നത് സച്ചിത് സാന്ദ്രം ച രൂപം തവ ന നിഗദിതം, അങ്ങയുടെ സച്ചിദാനന്ദ സ്വരൂപത്തെക്കുറിച്ചും ഒക്കെ ഏതൊരു ലിപികളിലാണോ വർണ്ണിക്കപ്പെടാത്തത് താം ന വാചം ഭ്രിയാസം, ആ വാക്കുകളെ ഞാൻ ഭരിക്കാൻ ഇടവരരുതേ ഭഗവാനെ. ഇവിടെ മേൽപ്പത്തൂർ തൻ്റെ തന്നെ കുലത്തിലോ ഗോത്രത്തിലോ ഒക്കെയുള്ളതായ വേദപാരകന്മാരെക്കുറിച്ച് പറയുന്ന ഒരു ശ്ലോകമാണിത്. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവരും ഈ പ്രകാരം ആ വേദത്തിൻ്റെ സാങ്കോപാംഗങ്ങളെക്കുറിച്ച് പഠിക്കുകയും അതിൻ്റെ ഉച്ചാരണാദികളൊക്കെ വളരെ കൃത്യമായി ശീലിക്കുകയും അത് അനുസന്ധാനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരാണ്. പക്ഷേ അവർക്കാർക്കും വാസ്തവത്തിൽ യഥാർത്ഥമായ ഭക്തി ഇല്ല എന്നുള്ള സത്യമാണ് മേൽപ്പത്തൂർ ശ്ലോകത്തിൽ പറയുന്നത്. അത് ഏതുപോലെയാണ് എന്നും കൂടി പറയുന്നു. കഷ്ടം വന്ധ്യശ്രമാഹ തേ ചിരതരമിഹഗാം ബിഭ്രതേ നിഷ്പ്രസൂതിം. പ്രസവിക്കാൻ സാധിക്കാത്തതായ ഒരു പശുവിനെ ഇവർ കെട്ടിവലിച്ച് നടക്കുന്നത് എന്നതുപോലെയാണ് ആ വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ കരഗതമാക്കിക്കൊണ്ട് അതിനുവേണ്ടി ധാരാളം കഷ്ടപ്പെടുന്ന ഇവർ ചെയ്യുന്നത്. അതൊരിക്കലും അവർക്ക് ഫലത്തെ നൽകാൻ പ്രാപ്തമല്ല എന്നാണ് മേൽപ്പത്തൂരിൻ്റെ അഭിപ്രായം. ഏതൊരു വാക്കുകളിലാണോ ഈ വിശ്വത്തിൻ്റെ മുഴുവൻ സന്തോഷം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്, അതുപോലെ ഏതൊരു വാക്കുകൾക്കാണോ ഉപാസിക്കുന്ന എല്ലാവരുടെയും മാലിന്യങ്ങളെ ഹരിക്കുവാൻ സാധിക്കുന്നത്, അതുപോലെ ഏതൊരു വാക്കുകളിലാണോ ഭഗവാന്റെ ദിവ്യങ്ങളായ ലീലകളെക്കുറിച്ചും അവതാരങ്ങളെക്കുറിച്ചുമൊക്കെ പറയപ്പെടാത്തത്, അതേപോലെ ഭഗവാന്റെ സാന്ദ്രാനന്ദ സ്വരൂപമായിരിക്കുന്ന ആ കേശാദിപാദമൊക്കെ വർണ്ണിക്കാത്തത്, അങ്ങനെയുള്ള ആ വാക്കുകളെ ഒന്നും ഞാൻ ഭരിക്കാൻ ഇടവരരുതേ. അതിനർത്ഥം ഞാൻ ഏതൊന്നാണ് ഉപാസനയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് അതിൽ ഭഗവാന്റേതായ ശ്രേഷ്ഠങ്ങളായ ലീലകളെയും അവതാരങ്ങളെയും ഒക്കെ കുറിച്ച് വർണ്ണിക്കുന്നതായി ആകുമ്പോഴാണ് എന്നിൽ അതിനോട് ഒരു അടുപ്പം വരുന്നത്. അങ്ങനെയുള്ള കഥകളെ പഠിക്കുവാനാണ് എൻ്റെ താല്പര്യം കൂടുതൽ വർദ്ധിച്ചു വരുന്നത് എങ്കിൽ നിശ്ചയമായും അതെന്നെ ഭക്തിയിലേക്ക് നയിക്കും. ആ ഭക്തി എന്നെ മുക്തിയിലേക്കും ഉയർത്തും എന്ന് വ്യക്തമാക്കി തരികയാണ് മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിലൂടെ ചെയ്തിരിക്കുന്നത്. ശബ്ദബ്രഹ്മണ്യബീഹ പ്രയതിതമനസസ്ത്വം ന ജാനന്തി കേചിത് കഷ്ടം വന്ധ്യശ്രമാസ്തേ ചിരതരമിഹഗാം ബിഭ്രതേ നിഷ്പ്രസൂതിം. യസ്യാം വിശ്വാഭിരാമാ സകലമലഹരാ ദിവ്യലീലാവതാരാ സച്ചിത് സാന്ദ്രം ച രൂപം തവ ന നിഗദിതം താം ന വാചം പ്രിയാസം. യോ യാവാൻ യാദൃശോ വാ തുമിതി കിമപി നൈവാവഗച്ഛാമി ഭൂമൻ ഏവം ചാനന്യഭാവസ്ത്വതനുഭജനമേവാദ്രിയേ ചൈദ്യവൈരിൻ. ത്വല്ലിംഗാനാം ത്വദംഘ്രി പ്രിയജനസദസാം ദർശനസ്പർശനാദി ഭൂയാത്മേ ത്വത്പ്രപൂജ നതിനുതി ഗുണകർമാനുകീർത്യാദരോപി. യഹ
യാവാൻ യാദൃശഃ വാ ത്വം ഇതി കിമപി ന ഏവ അവഗച്ഛാമി ഭൂമൻ ഏവം ച അനന്യഭാവഃ ത്വദനുഭജനം ഏവ ആദ്രിയേ ചൈദ്യവൈരിൻ ത്വല്ലിംഗാനാം ത്വദംഘ്രിപ്രിയജനസദസാം ദർശന സ്പർശനാദിഃ ഭൂയാത് മേ ത്വത്പ്രപൂജ നദി നുതി ഗുണ കർമ്മ അനുകീർത്തി ആദരഃ അപി യഹ യാവാൻ യാദൃശഃ വാ ത്വമിതി കിമപി ന ഏവ അവഗച്ഛാമി ഭൂമൻ. അല്ലയോ ഭഗവാനെ, എൻ്റെ ഈ ചുരുങ്ങിയ അറിവ് കൊണ്ട് ഞാൻ എങ്ങനെയാണ് അങ്ങയെ മനസ്സിലാക്കുക? അല്ലെങ്കിൽ അങ്ങയുടെ രൂപം എന്താണെന്നും ഏതെല്ലാം വിധത്തിലുള്ള മഹത്വമാണ് അങ്ങയ്ക്ക് ഉള്ളതെന്നും എന്തെല്ലാമാണ് അങ്ങയുടെ പ്രവർത്തനങ്ങൾ എന്നും എല്ലാം ഒന്നും തന്നെ എനിക്കറിയില്ല ഭഗവാനെ. ത്വല്ലിംഗാനാം ത്വദംഘ്രിപ്രിയജനസദസാം ദർശന സ്പർശനാദിഃ ത്വല്ലിംഗാനാം അങ്ങയെ യഥാവിധി ആവാഹിച്ച് പൂജാദികളൊക്കെ സമർപ്പിച്ചു വരുന്ന ആ വിഗ്രഹത്തിലും ത്വദംഘ്രിപ്രിയജനസദസാം ദർശന സ്പർശനാദിഃ അങ്ങയുടെ പാദകമലങ്ങളിൽ ഭക്തിയുള്ള ആളുകളോടുള്ള ദർശനവും സ്പർശനവും അത് മേ ഭൂയാത് എനിക്കുണ്ടാക്കി തരണേ. പിന്നെ എന്ത് വേണം? ത്വത് പ്രപൂജ അങ്ങയെ പൂജിക്കുവാൻ സാധിക്കണേ. നദി നുതി ഗുണകർമാനുകീർത്തിയാദരഃ അഭി ഭഗവാന്റെ ആ തിരുമേനിയിൽ, ആ വിഗ്രഹമാകുന്ന സങ്കല്പത്തിലേക്ക് തിരുമേനിയുടെ പൂജ, നമസ്കാരം, സ്തുതി, ഗുണകർമ്മങ്ങളുടെ എല്ലാം സങ്കീർത്തനം, ഇവയിലെല്ലാം എനിക്ക് ആദരവുണ്ടായി തീരണമേ. നമുക്ക് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തി സ്വരൂപമായിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ, ആ വിരാട് രൂപത്തെ മനസ്സിലാക്കുവാൻ നമ്മളുടെ ഈ പരിമിതങ്ങളായ മാംസചക്ഷുസുകൾ കൊണ്ട് സാധിക്കുന്നതല്ല. അതുകൊണ്ട് അങ്ങയുടെ യഥാർത്ഥ രൂപം എന്താണെന്ന് എനിക്ക് അറിയാനേ കഴിയുന്നില്ല ഭഗവാനെ. അങ്ങനെ ഇരിക്കെ ഏവം ച അനന്യഭാവഃ ത്വദനുഭജനം ഏവ ആദ്രിയേ ചൈദ്യവൈരിൻ. അതുകൊണ്ട് ഞാൻ ഈ അവസ്ഥയിലും എൻ്റെ മനസ്സിനെ അനന്യഭാവഃ മറ്റൊന്നിലേക്കും ശ്രദ്ധ പോകാതെ അങ്ങയിൽ തന്നെ മനസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങയെ ഭജിക്കുവാൻ എനിക്ക് സാധിക്കണേ. അവിടെ ഭഗവാനെ സംബോധന ചെയ്യുന്നത് ചൈദ്യവൈരൻ, ചേതിരാജാവിൻ്റെ ശത്രുവേ എന്നാണ് ഭഗവാനെ സംബോധന ചെയ്തിരിക്കുന്നത്. ചേതിരാജാവായ ശിശുപാലനെ പോലും നിഗ്രഹിച്ചുകൊണ്ട് തന്നിലേക്ക് സ്വീകരിച്ചവനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. നമുക്കറിയാം, ജയവിജയന്മാരുടെ 3 അസുരജന്മങ്ങളിൽ അവസാനത്തേതാണ് ശിശുപാലനും ദന്തഭക്തനും. ആ ശിശുപാലനെ രാജസദസ്സിൽ വെച്ചിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ നേരെയുള്ള അധിക്ഷേപങ്ങൾ 100 എണ്ണം കടന്നു കഴിഞ്ഞപ്പോൾ ഭഗവാൻ തന്നെ സ്വയം ചക്രായുധം ഉപയോഗിച്ച് അയാളുടെ ശിരസ് അറുത്തു. ശിശുപാലൻ്റെ ശിരസ് അറുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹത്തിൽ നിന്നും ഒരു ജ്യോതി ഉയർന്നു വന്ന് അത് ശ്രീകൃഷ്ണ ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്നു എന്നാണ് പറയുന്നത്. ചൈദ്യദേഹോത്ഥിതം തേജോ വാസുദേവമുപാവിശത്. ചേതിരാജാവായ ശിശുപാലൻ്റെ ദേഹത്തു നിന്നും ഉയർന്നു പൊങ്ങിയ തേജസ് വന്ന് ശ്രീകൃഷ്ണ ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്നു. പശ്യതാം സർവലോകാനാം. ഈ രംഗം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങയുടെ ശത്രുവായ ശിശുപാലനെ പോലും മോക്ഷം കൊടുത്ത് അനുഗ്രഹിച്ച അല്ലയോ ഭഗവാനെ, ഞാൻ ഏകാന്തതയോടുകൂടി അല്ലെങ്കിൽ ബദ്ധശ്രദ്ധനായിരുന്നുകൊണ്ട് അങ്ങയെ ഭജിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായും എനിക്ക് അനുഗ്രഹം ലഭിക്കും എന്നുള്ള ഉറപ്പും കൂടിയാണ് മേൽപ്പത്തൂർ ഈ വാക്കിൽ ചൈദ്യവൈരൻ എന്ന സംബോധനയിൽ ദ്യോതിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ത്വല്ലിംഗാനാം ത്വദംഘ്രി പ്രിയജനസദസാം ദർശന സ്പർശനാദിഃ. അങ്ങയുടെ വിഗ്രഹങ്ങളിലും അതുപോലെ അങ്ങയുടെ പാദങ്ങളിൽ ഭക്തിയുള്ളവരായ ഭക്തന്മാരുടെ ദർശനവും അവരുടെ പാദസ്പർശനവും
അതുപോലെ തന്നെ ഭഗവത് വിഗ്രഹങ്ങളിലുള്ള എല്ലാ പൂജകളും നമസ്കാരങ്ങളും സ്തുതികളും ഗുണകർമ്മ കീർത്തനങ്ങളും ഒക്കെ വളരെ ശ്രദ്ധയോടെ ഭക്തിയോടെ അനുഷ്ഠിക്കുവാൻ എനിക്ക് സാധിക്കണേ ഭഗവാനെ. അതിനുള്ള ഭക്തി എനിക്ക് ഉളവാക്കി തരണേ എന്നുള്ള പ്രാർത്ഥനയാണ് മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിൽ ചെയ്തിരിക്കുന്നത്. യോ യാവാൻ യാദൃശോ വാ ത്വമിതി കിമപി നൈവാവഗച്ഛാമി ഭൂമൻ ഏവം ചാനന്യഭാവസ്ത്വതനുഭജനമേവാദ്രിയേ ചൈദ്യവൈരിൻ ത്വല്ലിംഗാനാം ത്വദംഘ്രി പ്രിയജനസദസാം ദർശനസ്പർശനാദി ഭൂയാത്മേ ത്വത്പ്രപൂജാനതിനുതഗുണകർമാനുകീർത്യാദരോപി യദ്യദ്ലഭ്യേത തത്തവ സമുപഹൃതം ദേവദാസോസ്മി തേഹം ത്വദ്ഗേഹോന്മാർജനാദ്യം ഭവതു മമ മുഹുഃ കർമ്മ നിർമായമേവ സൂര്യാഗ്നി ബ്രാഹ്മണാത്മാദിഷു ലിസിതചതുർബാഹും ആരാധയേ ത്വാം ത്വത്പ്രേമാർദ്രത്വരൂപോ മമ സതതമഭീഷ്യന്തതാം ഭക്തിയോഗ യദ്യത് ലഭ്യേത തത്തത് തവ സമവഹൃതം ദേവ ദാസഃ അസ്മി തേ അഹം ത്വദ്ഗേഹ ഉന്മാർജന ആദ്യം ഭവതു മമ മുഹുഃ കർമ്മ നിർമായമേവ സൂര്യ അഗ്നി ബ്രാഹ്മണ ആത്മ ആദിഷു ലസിത ചതുർബാഹും ആരാധയേ ത്വാം ത്വത്പ്രേമ ആർദ്രത്വരൂപഃ മമ സതതം അഭിഷ്യന്തതാം ഭക്തിയോഗഃ യദ്യത് ലഭ്യേത എനിക്ക് എന്തെല്ലാം കിട്ടിയാലും ഭഗവാനെ തത്തത് അതിനെല്ലാം തവ സമുപഹൃതം ദേവ ഞാൻ അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഭഗവാനെ. ദാസഃ അസ്മി തേ അഹം അഹം ഞാൻ തേ ദാസഃ അസ്മി ഞാൻ അങ്ങയുടെ ദാസനാണ് ഭഗവാനെ. ത്വദ്ഗേഹ ഉന്മാർജനാദ്യം ഭവതു മമ മുഹു എനിക്കിനി ഒരു കാര്യം കൂടി വേണം ഭഗവാനെ. അങ്ങയുടെ വാസസ്ഥാനങ്ങളെയൊക്കെ അടിച്ചു തളിക്കാനൊക്കെ എനിക്ക് കർമ്മ നിർമായമേവ യാതൊരു മായവും കൂടാതെ മനോമാലിന്യവും കൂടാതെ ആ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ എനിക്ക് സാധിക്കണേ. പിന്നെയോ സൂര്യ അഗ്നി ബ്രാഹ്മണ ആത്മാദിഷു ലസിത ചതുർബാഹും ആരാധയേത്വം സൂര്യനിലും അഗ്നിയിലും ബ്രാഹ്മണനിലും സ്വയം തന്നിലും വിലസുന്നതായ ആ ഭഗവാന്റെ ചതുർബാഹു രൂപത്തെ ഞാൻ ആരാധിക്കുന്നു ഭഗവാനെ. ത്വത്പ്രേമ ആർദ്രത്വരൂപഃ മമ സതതം അഭിഷ്യന്തതാം ഭക്തിയോഗഃ ആ ഭഗവാനോടുള്ള പ്രേമം മൂലം എനിക്ക് മനസ്സിന് ആർദ്രീഭാവം സദാസമയവും ഉണ്ടാവാൻ അനുഗ്രഹിക്കണേ ഭഗവാനെ. മനസ്സിന് അലിവുണ്ടാകുമ്പോഴാണ് മറ്റുള്ള ജീവജാലങ്ങളോടൊക്കെ ദയ തോന്നുന്നത്. എല്ലാ ജീവജാലങ്ങളും കുടികൊള്ളുന്ന ചൈതന്യം ഈശ്വരനാകുമ്പോൾ അന്യരോട് തോന്നുന്ന ദയ ഈശ്വര പൂജ തന്നെയാകുന്നു. അപ്രകാരം ആ ആർദ്രഭാവത്തോടു കൂടിയുള്ള ഭക്തിയോഗത്തിലേക്ക് എനിക്ക് എത്തുവാൻ അത് അഭിഷ്യന്തതാം എന്ന് പറഞ്ഞാൽ അപ്രകാരമുള്ള ഭക്തി എന്നിലേക്ക് ഒഴുകുമാറാവട്ടെ, എൻ്റെ മനസ്സിലേക്ക് ഒഴുകിയെത്തുമാറാകട്ടെ എന്നാണ് മേൽപ്പത്തൂരിലൂടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പ്രപഞ്ചത്തിലിരിക്കുന്ന ഏതൊരു വസ്തുവും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിനെല്ലാം എൻ്റേത് എൻ്റേത് എൻ്റേതെന്ന് പറഞ്ഞ് വയ്ക്കാമെങ്കിലും വാസ്തവത്തിൽ ഇതൊന്നും യഥാർത്ഥമായി എൻ്റേതല്ല. ഇതെല്ലാം ആ ഭഗവാന്റെ തന്നെയാണ്. അപ്പോൾ എനിക്കെന്തെല്ലാം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ അതെല്ലാം ഞാൻ ആ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഞാൻ അങ്ങയുടെ പാദദാസനാണ് ഭഗവാനെ. നമുക്കറിയാം തിരുവനന്തപുരത്തുള്ള രാജ പരമ്പര ഭരണം നടത്തിയിരുന്നത് ഭഗവാന്റെ പത്മനാഭദാസൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു. അവരുടെ മനസ്സിലുള്ള ഭക്തിയാണ് അത്. ഞാൻ ആ ഭഗവാന്റെ സേവകൻ മാത്രമാണ് എന്നുള്ള രീതിയിലുള്ള ചിന്തയോടുകൂടിയാണ് അവർ ഭരണം നടത്തുന്നത്. അതുപോലെ തന്നെ ഭഗവാന്റേതായ ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ
വേണ്ടതായ ശുദ്ധീകരണ ക്രിയകളിലൊക്കെ പങ്കുചേരാൻ യാതൊരു മടിയും തോന്നാതിരിക്കണേ എന്നാണ് പറയുന്നത്. അപ്രകാരം തന്നെ ഭഗവാന്റെ ചതുർബാഹു സ്വരൂപങ്ങൾ പ്രകടമായിരിക്കുന്ന സൂര്യനിലും അഗ്നിയിലും ബ്രാഹ്മണനിലും സ്വയം തൻ്റെ പരമാത്മാവ് അംശമാകുന്ന ജീവാത്മാവിലും ഒക്കെ ആ ഭഗവാന്റെ ചതുർബാഹു രൂപത്തെ ദർശിക്കുവാനും അതിനെ ആരാധിക്കുവാനും എനിക്ക് സാധിക്കണമേ. പിന്നെ ഭഗവന്മയമായിരിക്കുന്ന മനസ്സലിവ് എല്ലാ ജീവജാലങ്ങളോടും ഉണ്ടാകുമ്പോൾ അത് എന്നിലേക്ക് ഭഗവത് ഭക്തിയെ ധാരധാരയായി ഒഴുകി എത്തും. ആ ഒരു ഭക്തി തന്നെ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്നും കൂടി മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിൽ പറയുന്നു. നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ഉള്ള എല്ലാ നമ്മുടേതെന്ന് പറയുന്ന വസ്തുക്കളും ഇപ്രകാരം ഭഗവാന്റേതാണ് എന്ന് ചിന്തിക്കുമ്പോൾ എന്നിലുള്ള ഞാൻ എന്ന ഭാവത്തെയാണ് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ ദേവാലയങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ശുചീകരണ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഈ ശരീരത്തിന് ദോഷം വരുമോ, എൻ്റെ വസ്ത്രങ്ങൾക്ക് കേടുപാട് വരുമോ എന്നുള്ള ചിന്ത കൊണ്ടാണ്. ഇതെല്ലാം കാലാകാലങ്ങളായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയുന്ന വസ്തുക്കളല്ല എന്നുള്ള തിരിച്ചറിവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു ദിവസം നശിക്കേണ്ടത് തന്നെയാണ്. ഇത് ആ നാശത്തെ തൃണവൽഗണിച്ചുകൊണ്ടും എന്താണോ ഭഗവത് പ്രീതികരങ്ങളായ കർമ്മങ്ങൾ ഉള്ളത് അതിനെ നിർവഹിക്കാനായിട്ട് ശ്രമിക്കുക തന്നെ വേണം എന്നും പറയുന്നു. അങ്ങനെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ച് വരുമ്പോൾ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളിലും ഭഗവാന്റെ ചതുർബാഹു രൂപത്തെ ദർശിക്കുവാനുള്ള ഭക്തിയും കൂടി തന്ന് എനിക്ക് അനുഗ്രഹം നൽകണേ. അപ്രകാരം എനിക്ക് അങ്ങയെ ആരാധിക്കാൻ സാധിക്കണേ എന്നാണ് മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിൽ പ്രാർത്ഥിക്കുന്നത്. യദ്യല്ലഭ്യേതത്തവ സമുപഹൃതം ദേവദാസോസ്മിതേഹം ത്വദ്ഗേഹോന്മാർജനാദ്യം ഭവതു മമ കർമ്മ നിർമായമേവ സൂര്യാഗ്നി ബ്രാഹ്മണാത്മാദിഷിതചതുർബാഹുമാരാധയേ ത്വാം ത്വത്പ്രേമാർദ്രത്വരൂപോ മമ സതതമഭിഷ്യന്തതാം ഭക്തിയോഗ. ഐക്യം തേ ദാനഹോമ വ്രതനിയമതപ സാഖ്യയോഗൈർദുരാപം ത്വത്സംഗേനൈവ ഗോപ്യ കില സുകൃതതമാ പ്രാപുരാനന്ദസാന്ദ്രം ഭക്തേഷന്യേഷു ഭൂയസ്വഭിബഹുമനുഷേ ഭക്തിമേവ ത്വമാസാം തന്മേ ത്വദ്ഭക്തിമേവ ദൃഢയ ഹരഗദാൻ കൃഷ്ണവാതാലയേശ. ഐക്യം തേ ദാനഹോമ വ്രത നിയമ തപ സാഖ്യയോഗൈ ദുരാപം ത്വത്സംഗേന ഏവ ഗോപ്യ കില സുകൃതതമാഃ പ്രാപുഃ ആനന്ദസാന്ദ്രം ഭക്തേഷു അന്യേഷു ഭൂയസ്സു അപി ബഹുമനുഷേ ഭക്തിമേവ ത്വമാസാം തന്മേ ത്വദ്ഭക്തിമേവ ദൃഢയ ഹരഗദാൻ കൃഷ്ണ വാതാലയേശ. ഐക്യം തേ അങ്ങയോട് കൂടിച്ചേരാനായിട്ട് ദാനഹോമ വ്രത നിയമ തപസാഖ്യയോഗൈ ദുരാപം ദാനകർമ്മങ്ങളിലോ ഹോമകർമ്മങ്ങളിലോ വ്രതങ്ങളിലോ നിയമങ്ങളിലോ തപസ്സിലോ സാഖ്യയോഗത്തിലോ ഒക്കെ കൊണ്ട് അങ്ങയോട് ചേർച്ച ദുരാപം വിഷമകരമാണ്. അതൊട്ടും എളുപ്പമല്ല. എന്നാലോ ത്വത്സംഗേന ഏവ ഗോപ്യ കില സുകൃതതമാഃ പ്രാപുഃ ആനന്ദസാന്ദ്രം. അങ്ങയോട് ചേർച്ചയുണ്ടാകുക വഴി ഭഗവാനെ ആ ഗോപസ്ത്രീകൾക്ക്, വളരെ സുഹൃത്തുക്കളായിരിക്കുന്ന ഗോപസ്ത്രീകൾക്ക് അങ്ങയോട് ചേരാനായിട്ട് ഭാഗ്യം ലഭിച്ചവരായി തീർന്നു. ഭക്തേഷു അന്യേഷു ഭൂയസ്വപി ബഹുമനുഷേ ഭക്തിമേവ ത്വമാസാം. എന്നാൽ വേറെയും ധാരാളം ഭക്തന്മാരൊക്കെ ഉണ്ടെങ്കിലും അവരിലെല്ലാം ശ്രേഷ്ഠരായിട്ട് ഈ ഗോപസ്ത്രീകളുടെ ഭക്തിയെയാണ് എല്ലാവരും അധികം ആദരിക്കുന്നത്. അതുകൊണ്ട് തന്മേ ത്വത് ഭക്തിമേവ ദൃഢയ, അതുകൊണ്ട് അങ്ങയിലുള്ള
ആ പ്രേമഭക്തിയെ എന്നിൽ ദൃഢീകരിച്ച് തരണേ ഭഗവാനെ. ഹരഗദാൻ, എൻ്റെ രോഗങ്ങളെ ഹരിക്കണേ ഭഗവാനെ എന്നും മേൽപ്പത്തൂരിലൂടെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഭഗവത് പദത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ഈ ദാനമാവട്ടെ, ഹോമമാവട്ടെ, വ്രതമാകട്ടെ, നിയമങ്ങളാവട്ടെ, അല്ലെങ്കിൽ തപസ്സാവട്ടെ, സാഖ്യയോഗം തന്നെയുമാവട്ടെ, ഇതെല്ലാം വളരെ വിഷമകരമായ മാർഗങ്ങൾ, ഒട്ടും എളുപ്പമല്ല എന്നാണ് പറയുന്നത്. എന്നാൽ എളുപ്പമായ മറ്റൊരു മാർഗവും മേൽപ്പത്തൂരിലൂടെ സൂചിപ്പിക്കുകയാണ്. പണ്ട് ആ ഗോപസ്ത്രീകളാവട്ടെ അജ്ഞകളായിരുന്നു, അവർക്ക് യാതൊന്നും തന്നെ അറിയില്ലായിരുന്നു. പക്ഷേ അവർ ഭഗവാനോട് ചേർച്ചയുണ്ടായതുകൊണ്ട് ആ സുകൃതികളായ ഗോപസ്ത്രീകൾ ഭക്തിയുടെ ഉത്തമമായ ഉദാഹരണങ്ങളായി തീർന്നു. അവരെല്ലാവരും പ്രാബുഹു ആനന്ദസാന്ദ്രം, സാന്ദ്രാനന്ദ സ്വരൂപമായിരിക്കുന്ന അങ്ങയിലേക്ക് എത്തിച്ചേരാൻ അവർക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഭക്തേഷു അന്വേഷു ഭൂയസ്വപി ബഹുമനുഷ്യേ ഭക്തിമേവ ത്വമാസാം. അങ്ങനെ പല ആളുകളും ഭക്തന്മാരായിട്ടുണ്ടായിരുന്നു എങ്കിലും അങ്ങയെ പ്രാപിക്കുന്ന ആ ഗോപസ്ത്രീകളെക്കാൾ, അവരുടെ ഭക്തിയേക്കാൾ മറ്റാരുടെ ഭക്തിയും ശ്രേഷ്ഠമായിരുന്നില്ല. അല്ലെങ്കിൽ അവരുടെ ഭക്തിയെയാണ് ഭഗവാൻ ബഹുമനുഷ്യ ഏറ്റവും അധികം ആദരിച്ചത് എന്നാണ് പറയുന്നത്. അവരുടെ നിർവ്യാജമായ ഭക്തിയിൽ ഭഗവാൻ അവർക്ക് എല്ലാം നൽകി അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. നമ്മൾ 76-ാം ദശകം സമർപ്പിക്കുമ്പോൾ അവിടെ കണ്ടു, ഏവം ഭക്തി സകലഭുവനെ നിക്ഷിത നശ്രുതാവ കിം ശാസ്ത്രൗഖൈ കിമിഹ തപസ ഗോപികാഭ്യോ നമസ്തു. ഏവം ഭക്തി സകലഭുവനെ ന ഈക്ഷിത ന ശ്രുതാവ. കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല ഇപ്രകാരമുള്ള ശ്രേഷ്ഠമായ ഭക്തിയെ എന്നാണ് അവിടെ ഉദ്ധവർ തിരികെ വന്ന് ഭഗവാനോട് പറയുന്നത്. ആ ഭഗവാൻ ഗോപസ്ത്രീകളുടെ പാദരേണുകളെ ശിരസിൽ വഹിച്ചുകൊണ്ടാണ് തിരികെ ഭഗവാന്റെ അടുത്തേക്ക് എത്തുന്നത്. അത്രയ്ക്ക് ശ്രേഷ്ഠമായ ആ ഭക്തരെ എല്ലാ ജനങ്ങളും ആദരിക്കുന്നു എന്നുള്ളത് തന്നെ അവരുടെ ഭക്തിയുടെ ശ്രേഷ്ഠതയെ കുറിക്കുന്നതാണ്. അതുകൊണ്ട് അപ്രകാരമുള്ള ഭക്തി തന്നെ എന്നെയും അനുഗ്രഹിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മേൽപ്പത്തൂർ ഈ ദശകവും ഭഗവത്പാദത്തിൽ സമർപ്പിക്കുകയാണ്. ഐക്യം തേ ദാനഹോമ വ്രത നിയമ തപ സാഖ്യയോഗൈർദുരാപം ത്വത്സംഗേനൈവ ഗോപ്യ കില സുഹൃതമാ പ്രാപുരാനന്ദസാന്ദ്രം ഭക്തേഷു അന്വേഷു ഭൂയ സവി ബഹുമനുഷേ ഭക്തിമേവ ത്വമാസാം തന്മേ ത്വദ്ഭക്തിമേവ ത്രണയ ഹരഗദാൻ കൃഷ്ണവാതാലേശ.